Hello everyone, welcome back to our channel. അപ്പോൾ ഇന്നുണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. So today I'm going to take you to the Cairnsby Abbey Park. It's near to my house. എനിക്ക് തോന്നുന്നു ഈ പാർക്കിന് ഇങ്ങനെ തന്നെയാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, എനിവേ വി ഡിസൈഡഡ് ടു ഗോ ദെയർ. പെപ്പിക്കാണെങ്കിൽ ഇങ്ങനെ പാർക്കിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഫേവറേറ്റ് പാർക്കാണ്. അതിന് റീസണുണ്ട്. കാരണം ഈ ഒരു പ്ലേസ് കാണുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ എക്കോ ഫ്രണ്ട്ലി പ്ലേസ് പോലെ തോന്നും എനിക്ക്. സോ എനിക്ക് ഈ പാർക്കിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവനെയും കൊണ്ടുവരും. എസ്പെഷ്യലി വിൻ്റർ ടൈമിലാണ് നമ്മൾ വരുന്നതെങ്കിൽ പറയണ്ട, അത്രയ്ക്ക് തണുപ്പായിരിക്കും. സമ്മർ ടൈം ആണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് തണുപ്പൊന്നുമില്ല. ഇത് ഞങ്ങൾ വന്നിരിക്കുന്നത് വിൻ്റർ ടൈമിലാണ്. ആൻഡ് ഈ വാട്ടർ ഉണ്ടല്ലോ, ഇത് വിൻ്റർ ടൈമിൽ, സമ്മർ ടൈമിൽ തന്നെ ഭയങ്കര തണുപ്പാണ്. ഞാനൊരു വട്ടം ഇവിടെ പോയപ്പോൾ കാലൊന്ന് നനച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ വിൻ്റർ ടൈമിൻ്റെ കാര്യം പറയാനുണ്ടോ. സോ എനിവേ, പെപ്പയുടെ ഇത് ഫസ്റ്റ് ടൈം വിസിറ്റ് ആയതുകൊണ്ട് തന്നെ ഹി റിയലി എൻജോയ് ദിസ് പ്ലേസ്. പിന്നെ ഈ താറാവ്, അരയന്നം, ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്കൂടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ കുഞ്ഞു ഫോൺ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെയൊക്കെ കാണിക്കുമായിരുന്നു. എനിവേ, അതിനെക്കാട്ടി അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇങ്ങനെ ബേർഡ്സിൻ്റെ കൂടെ ഇവിടെ പോയി കളിക്കുമായിരുന്നു. അവരെ പുറത്തേക്ക് വിട്ട് ഒട്ടിച്ചോട്ടിച്ച് പുറത്തേക്ക് വിട്ട് അവിടെ പിള്ളേർ വരുന്നവരെല്ലാവരും ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പാർക്കിനകത്ത് തന്നെ ഒരു കഫറ്റേരിയയും പിന്നെ ഒരു പ്ലേയിങ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി പിള്ളേരുമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പിള്ളേർക്ക് ബോറടിക്കില്ല, നമുക്കാണെങ്കിലും ബോറടിക്കില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവനെയും കൊണ്ട് ഞാൻ ആ പ്ലേയിങ് ഏരിയയിലോട്ട് വന്നതാണ്. അവനിങ്ങനെ ഊഞ്ഞാലിലാടുന്നതും എസ്പെഷ്യലി ഇങ്ങനെ സ്ലൈഡിൽ പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ വലിഞ്ഞ് കയറാനൊക്കെ മിക്ക പാർക്കിലും ഉണ്ട് ഇങ്ങനെ വലിഞ്ഞ് കയറുന്ന സംഭവങ്ങൾ. അവിടെയൊക്കെ വലിഞ്ഞ് കയറും. അങ്ങനെ ഇപ്പം ഫസ്റ്റ് കയറി ഇപ്പം മറ്റേ ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പറ്റും ഒരു റോപ്പ് പോലത്തെ. ഇതിനകത്തൊക്കെ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവന് ബാലൻസ് പോകുമായിരുന്നു. സോ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവനെ ഹോൾഡ് ചെയ്തിട്ടായിരുന്നു ഇവൻ കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൻ തന്നെ കയറാൻ പഠിച്ചിട്ടുണ്ട്. ഇവൻ നാട്ടിലായിരുന്ന സമയത്ത് അധികമായിട്ട് പുറത്തൊന്നും പോകാനോ അല്ലെങ്കിൽ പ്ലേയിങ് ഏരിയസിലൊന്നും പോകാനോ ഒന്നും ഇവന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ആക്രാന്തം പിടിച്ച പോലെയാണ്. അവിടെ എല്ലാം ചാടിക്കയറും. പ്രത്യേകിച്ച് പാർക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ പുത്രനില്ല. എന്തായാലും അവൻ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നേരത്തെ കയറി കിടന്നുറങ്ങും. അതൊരു പ്ലസ് പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇവരെ പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിക്കാനും ശ്രദ്ധിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പാർക്കിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.